നമസ്കാരം, എല്ലാവർക്കും ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടെക്നിക്കൽ HS അപേക്ഷയുടെ വിശദവിവരങ്ങളുമായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ടെക്നിക്കൽ HS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. കുറേ പേർക്ക് ഇത് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഇതിനെക്കുറിച്ച് അറിയുന്നവർ. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ. 7ാം ക്ലാസ് ജയിച്ച കുട്ടികളെ ഹൈസ്കൂൾ പഠനത്തോടൊപ്പം സാങ്കേതിക പരിശീലനം നൽകി തൊഴിൽ സജ്ജരാക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സർക്കാർ ടെക്നിക്കൽ സ്കൂളുകളെന്ന് പറയുന്നത്. അപ്പോൾ പഠനം മാത്രമല്ല, അതോടൊപ്പം അവർക്ക് പരിശീലനം കൂടി കൊടുക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, പ്ലംബിംഗ്, വെൽഡിംഗ്, മെയിൻ്റെനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ്, സർവേയിങ്, എയർ കണ്ടീഷനിങ് തുടങ്ങിയ വിവിധ ട്രേഡുകളിലുണ്ട്. ഓരോ സ്കൂളിലും പരിശീലന സൗകര്യമുള്ള ട്രേഡുകളുടെ പട്ടിക പ്രോസ്പെക്ടസിലുണ്ട്. അപ്പോൾ ഓരോ സ്കൂളിൻ്റെ ലിസ്റ്റുമൊക്കെ ആ പ്രോസ്പെക്ടസിലുണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാർ ടെക്നിക്കൽ സ്കൂളുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 2025 ജൂൺ 1 16 വയസ്സ് തികയാത്തവർക്ക് 8ാം ക്ലാസ് പ്രവേശനത്തിന് ഇന്ന് മുതൽ ഏപ്രിൽ 8 വരെ അപേക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്കൽ സ്കൂളിലേക്ക് നല്ല ഒരു കാര്യമാണ് കേട്ടോ. ടെക്നിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നതോടൊപ്പം നമ്മളൊരു തൊഴിൽ കൂടി പഠിച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് കിട്ടും. ഇത് പഠിച്ചാലുള്ളൊരു ഉപയോഗം എന്താണ്? 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നമ്മുടെ കൈവശം ഉണ്ടാകും. അതുപോലെ തന്നെ പോളിടെക്നിക്കുകളിൽ അഡ്മിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾക്ക് വളരെയധികം മുൻഗണനയുണ്ട്. അപ്പോൾ ഇന്ന് മുതലാണ് അതിന് അപേക്ഷ അയച്ചു തുടങ്ങാനുള്ളത്. അതിൻ്റെ അപേക്ഷയുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.polyadmission.org/THS എന്നാണ്. സെലക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപേക്ഷകർ കൂടുതലുള്ള സ്കൂളുകൾ ഏപ്രിൽ 10 രാവിലെ 10 മുതൽ 90 മിനിറ്റ് അഭിരുചി പരീക്ഷ നടത്തും. 7ാം ക്ലാസ് നിലവാരത്തിൽ മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സാമൂഹ്യശാസ്ത്രം, പൊതുവിജ്ഞാനം, യുക്തിചിന്ത എന്നിവയിലെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പരീക്ഷാഫലം അന്ന് വൈകിട്ട് 4 തന്നെ അറിയും. ഇതിൽ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെ 11 മണിക്ക് സമർപ്പിക്കാം. അന്തിമ സെലക്ഷൻ ലിസ്റ്റ് 15 പ്രസിദ്ധപ്പെടുത്തും. പ്രവേശനം ഏപ്രിൽ 16 മുതൽ മെയ് 9 വരെയാണ്. നമുക്കിതിന് ട്യൂഷൻ ഫീ ഒന്നുമില്ല. ഗവൺമെൻറ് അപ്ലൈഡ് സ്കൂളാണ് ടെക്നിക്കൽ സ്കൂള്. അതുപോലെ തന്നെ ഹാജരാക്കേണ്ട രേഖകളൊക്കെ നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്. ഫീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ 39 THSകളിലായി ആകെ 2745 സീറ്റുകളാണുള്ളത്. അതെവിടേക്കെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ശ്രീകാര്യം, കുളത്തൂപ്പുഴ, പിന്നെ കൊല്ലം ഏഴുകോൺ, പിന്നെ ഹരിപ്പാട്, കാവാല, കൃഷ്ണപുരം, പാമ്പാടി, കുറിച്ചി, പാല, തീക്കോയി, കടപ്ലാമറ്റം, കാഞ്ഞിരപ്പള്ളി, ഇലഞ്ഞി, മുളന്തുരുത്തി, ആയവനം, വാരാപ്പെട്ടി, പുറപ്പുഴ, വണ്ണപ്പുറം, അടിമാലി, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, ഷൊർണൂർ, പാലക്കാട്, ചിറ്റൂർ, കൊക്കൂർ, കുറ്റിപ്പുറം, മഞ്ചേരി, കോഴിക്കോട്, വടകര, പയ്യോളി, തളിപ്പറമ്പ്, കണ്ണൂർ, നെരുവമ്പ്രം, മൊഗ്രാൽ, പുത്തൂർ, ചെറുവത്തൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി. അപ്പോൾ ഇത്രയും സെൻറ്ററുകളാണ് നമുക്കുള്ളത്. THS സർട്ടിഫിക്കറ്റ് നമുക്കറിയാം SSLCക്ക് തുല്യമാണ്. പോളിടെക്നിക് പ്രവേശനത്തിന്, കോളേജ് പ്രവേശനത്തിന് THSകാർക്ക് 10% സംവരണം കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ മറക്കാതിരിക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ അപേക്ഷിക്കുന്നത് വെച്ചാൽ പട്ടിക പ്രോസ്പെക്ടസിലുണ്ട് ഏതൊക്കെ സ്കൂളുകളാണ് അതിൻ്റെ സീറ്റുകളുടെ എണ്ണമൊക്കെ. ഒന്നുകിലേറെ സ്കൂളുകളിലും വെവ്വേറെ അപേക്ഷിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അധ്യയന മാധ്യമം മുഖ്യമായി ഇംഗ്ലീഷ് വർക്ക്ഷോപ്പ് ഉൾപ്പെടെ പരിശീലനത്തിന് കൂടുതൽ നേരം വേണ്ടതിനാൽ സ്കൂൾ സമയം 9 മുതൽ 4 വരെ ആയിരിക്കും. അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു നല്ലൊരു വിദ്യാഭ്യാസ രീതിയാണ്. നമ്മൾ പഠനത്തോടൊപ്പം തന്നെ SSLC കഴിയുമ്പോൾ ഒരു ജോലി കൂടി പഠിച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും, അവൻ്റെ പാരൻസ് ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.